കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുമ്പോഴത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 2 സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ്. അതും പിന്നെ 1 പച്ചമുളകും കൂടെ ചേർത്ത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ആകാം. അപ്പോൾ ഞാൻ ഇവിടെ 1 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികളായിട്ട് ഒരു 2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തെടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് ഒതുങ്ങി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ബോൺലെസ് പീസ് ചിക്കനാണ്. ഒരു 300 ഗ്രാം ഉണ്ടാകും. ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് പൊടിച്ച് ചേർത്തെടുക്കാം. അല്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് കുത്തി പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു ചിക്കൻ വേവിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അത് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചു നിർത്തിയതിന് ശേഷം നമുക്കതിലേക്ക് വീണ്ടും 1 സവാള അരിഞ്ഞതും കൂടെ ചേർത്തെടുക്കാം. സവാള നമ്മളിങ്ങനെ ചേർക്കുന്ന സമയത്ത് ആ ഒരു കട്ട്ലേറ്റിന് ഒന്നും കൂടെ ഒന്ന് ഫ്ലേവറും ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ ഇതാ 2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതാണ്. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. രണ്ട് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റയാണ്. അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലുള്ള ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്തെടുക്കാം. നല്ല ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മൾ ആ ഒരു കട്ട്ലേറ്റിന് വിചാരിച്ച പോലത്തെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ആ കട്ട്ലേറ്റിനുള്ള മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പോ നമുക്കല്ലെങ്കിൽ ഷേപ്പർ കട്ടർ ഉണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എല്ലാം ഒന്ന് ഈ ഒരു ഷേപ്പിലൊന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിതാ മൈദയും വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ആ ഒരു കട്ട്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതാ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തൊന്നും കോട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഒരു കോട്ടിങ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആ ഒരു മിശ്രിതത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുറത്തൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഒരു കട്ട്ലേറ്റ് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അത് ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം ഞാൻ അത് ഈ ഒരു ഒരെണ്ണം വെച്ചൊന്ന് നോക്കിയാണ് കേട്ടോ പൊട്ടിപ്പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കളറായി വരണം. എന്നിട്ട് വേണം നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്താൽ മതിയാകും. തീരെ അങ്ങ് ലോ ഫ്ലെയിം ആക്കണ്ട കേട്ടോ. കാരണം ഓൾറെഡി ഉള്ളിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായതാണല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് കുക്കാൻ വേറൊന്നില്ല. ആ പുറം ഭാഗത്തൊരു കളർ വരണം നല്ല രീതിയിൽ. അത്ര മാത്രമേ ഉള്ളേ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറാക്കിയിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. എന്തായിരുന്നാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ. ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതൊരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.